കണ്ടിരിക്കാവുന്ന ഒരു ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ മൂവി ആയിട്ടാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ക്യൂൺ, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് റൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സിനിമ മുമ്പത്തെ സിനിമകളെ പോലെ തന്നെ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു മെസ്സേജ് തരുന്ന ഒരു മൂവി കൂടിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പ്രിൻസ് എന്ന് പറയുന്ന ദിലീപിന്റെ ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പ്രിൻസ് ആണ് കുടുംബത്തിലെ ഒരേ ഒരു വരുമാനമുള്ള ഒരാള്. തന്റെ രണ്ട് അനിയന്മാരും കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നു. തനിക്കാണെന്നുണ്ടെങ്കിൽ കല്യാണം കാര്യങ്ങളൊന്നും റെഡി ആവുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ താനൊരു കല്യാണം കഴിക്കുന്നതും ആ ഒരു പെൺകുട്ടി മൂലം തന്റെ ജീവിതവും തന്റെ കുടുംബവും മാറി മറയുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ മുന്നോട്ട് പോകുന്നത്. സിനിമയുടെ ആദ്യ പകുതിയിൽ ദിലീപിന്റെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കോമഡികളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഒരു കോമഡി ആൻഡ് എന്റർടൈൻമെന്റ് മോഡിൽ പോകുന്ന സിനിമ രണ്ടാം പകുതിയിലോട്ട് എത്തുമ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തതും അതുമായി ബന്ധപ്പെട്ട ഇമോഷണൽ ട്രാക്സും ഉപദേശങ്ങളും ഒക്കെ ആയിട്ടാണ് സിനിമ കടന്നു പോകുന്നത്. പെർഫോമൻസ് സൈഡിൽ എടുത്തു പറയത്തക്ക ഒരു പെർഫോമൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് മഞ്ജു പിള്ളയുടെ, സഫിയാത്തയുടെ പ്രകടനം മാത്രമായിരുന്നു. ബാക്കി എല്ലാവരും അവരുടെ റോളുകൾ കോമഡി പരമായിട്ട് ചെയ്തുകൊണ്ട് അപ്പുറത്തേക്കായിട്ട് കാര്യമായിട്ട് ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പുതുമുഖ നടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന റാണിയെ തനിക്ക് കിട്ടിയ വേഷം ഒരു പരിധി വരെ ഭംഗിയായിട്ട് ചെയ്തു. ആ ഒരു ക്യാരക്ടർ ഭംഗിയായി ചെയ്യുന്നതിൽ വിൻസി അലോഷ്യസിന്റെ ഡബിങ്ങും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ടെക്നിക്കൽ സൈഡ് എല്ലാം തന്നെ ഒരു ഓക്കേഷ് ഫീൽ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. സോ ടോട്ടലി ഒരു മെസ്സേജ് ഉള്ള കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് ഫീൽ ഗുഡ് എന്റർടൈനർ മൂവി ആയിട്ടാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.